നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വിഷുവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു വിഭവത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം വിഷുക്കഞ്ഞി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം. അതെ, ശരിയാണ്. വിഷു എന്ന് പറയുന്നത് ഒരു പുതുവർഷത്തിൻ്റെ തുടക്കം മാത്രമല്ല, ഒരുപാട് നല്ല ഓർമ്മകൾ തരുന്ന ഒരു സമയം കൂടിയാണല്ലേ. കണി കാണുന്നതും കൈനീട്ടം വാങ്ങുന്നതുമൊക്കെ പോലെ തന്നെ പ്രധാനമാണ് വിഷുവിൻ്റെ ആ രുചികളും. അപ്പോൾ ആ രുചിക്കൂട്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ വിഷുക്കഞ്ഞി. സത്യം പറഞ്ഞാൽ വിഷുക്കഞ്ഞി വേറൊരു ഭക്ഷണമല്ല, അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കുളിർമ തരുന്ന ഒന്നാണ്. ഈ ആഘോഷത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഈ വിഭവം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ വിഷുക്കഞ്ഞിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ലാളിത്യമാണ്. നമ്മുടെ എല്ലാം വീട്ടിൽ സാധാരണയായിട്ട് കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് റെഡിയാക്കാൻ. ദേ കണ്ടില്ലേ, വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ. പച്ചരി, പിന്നെ പയറ്, തേങ്ങാപ്പാല്, ഇവരാണിതിലെ പ്രധാന താരങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരമാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് ശർക്കരയും ഏലക്കയും ഒക്കെ ചേർത്ത് ഇതിനൊരു പായസം പോലെ ആക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ചേരുവകളൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് ഈ രുചിക്കൂട്ടുകൾക്കൊരു ജീവൻ കൊടുക്കാം. വിഷുക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, 1 കപ്പ് അരിയും 1/2 കപ്പ് പയറും എടുത്ത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കുക. അത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് രണ്ടും കൂടി വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവ ഒരുമിച്ചോ അല്ലെങ്കിൽ വെവ്വേറെയോ വേവിച്ചെടുക്കാം, ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. പയർ വേവിക്കുന്നതിന് തൊട്ടു മുൻപ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കഞ്ഞിക്കൊരു പ്രത്യേക മണവും രുചിയൊക്കെ കിട്ടും. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അരിയും പയറുമൊക്കെ നന്നായി വെന്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ഏകദേശം 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് തീ നന്നായി കുറച്ചു വെച്ച ശേഷം പതുക്കെ ഇളക്കി കൊടുക്കുക. കഞ്ഞി പതുക്കെ കുറുകി പാകമായി വരുന്നതുവരെ ഇങ്ങനെ ഇളക്കുന്നത് നല്ലതാണ്. സത്യത്തിൽ ഈ തേങ്ങാപ്പാലാണ് വിഷുക്കഞ്ഞിയുടെ ആ ഒരു തനതായ രുചി നൽകുന്നത്. അതുകൊണ്ട് എപ്പോഴും നല്ല കട്ടിയുള്ള 1-ാം പാൽ തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ച് എരിവാണിഷ്ടമെങ്കിൽ 1 നുള്ള് ജീരകമോ ഇഞ്ചിയോ ചേർത്താൽ കഞ്ഞിക്ക് നല്ലൊരു മണവും പ്രത്യേക രുചിയും കിട്ടും. വിഷുക്കഞ്ഞിയുടെ ഏറ്റവും വലിയൊരു ഗുണമെന്താണെന്നറിയോ? ഇതിന്റെ രുചി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് മധുരമുള്ള കഞ്ഞിയാണോ അതോ ഉപ്പുള്ള കഞ്ഞിയാണോ കൂടുതൽ ഇഷ്ടം? നിങ്ങൾക്ക് മധുരമുള്ള വിഷുക്കഞ്ഞിയോടാണോ പ്രിയം? എങ്കിൽ പേടിക്കേണ്ട, അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മധുരത്തിനു വേണ്ടി ആദ്യം കുറച്ച് ശർക്കര വെള്ളത്തിലുരുക്കി ഒരു പാനിയാക്കിയെടുക്കുക. എന്നിട്ട് ഈ ശർക്കരപ്പാനി നമ്മൾ തയ്യാറാക്കി വെച്ച കഞ്ഞിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിൻ്റെ കൂടെ 1 നുള്ള് ഏലക്കാപ്പൊടി കൂടി ചേർത്താൽ ഒരു പായസത്തിൻ്റെയൊക്കെ രുചി കിട്ടും. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷുക്കഞ്ഞിക്ക് അവസാനത്തെ മിനുക്കുപണികൾ കൊടുക്കാൻ സമയമായി. ഈ ഒരു ഘട്ടമാണ് കഞ്ഞിക്ക് അതിൻ്റെ ആ ഒരു പൂർണ്ണമായ രുചിയും ഭംഗിയുമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവസാനത്തെ സ്റ്റെപ്പ്, ഒരു ചെറിയ പാൻ എടുത്ത് അതിൽ കുറച്ച് നെയ്യൊഴിച്ച് ചൂടാക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കശുവണ്ടിയും പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടിയിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നതുവരെ വറുത്തെടുക്കണം. എന്നിട്ട് ആ ചൂടോടെ തന്നെ ആ വറവ് നമ്മുടെ കഞ്ഞിയുടെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. ആ സമയത്ത് വരുന്നൊരു മണമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുക്കഞ്ഞി. കണ്ടില്ലേ, എത്ര എളുപ്പത്തിലാണ് നമ്മളിത് തയ്യാറാക്കിയത്. ഈ വിഷുവിന് നിങ്ങളും ഇത് വീട്ടിൽ തീർച്ചയായും ഒന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ. ഓരോ വിഭവത്തിനും ഓരോ ഓർമ്മയുടെ രുചി കൂടിയുണ്ടാവും അല്ലേ? നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട വിഷു ഓർമ്മകൾ എന്തൊക്കെയാണ്? ഈ വിഷുക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും അത്തരം നല്ല ഓർമ്മകളിലേക്കൊന്ന് തിരിച്ചുപോകാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ.